പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ 5ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. പാരലൽ ലൈൻസ് എന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട 5ാമത്തെ വീഡിയോ ആണ്. അതിൽ പാരലൽ ലൈൻസിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് എങ്ങനെയാണ് സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ കണ്ടുപിടിക്കുന്നത് എന്നതാണ് ഇന്നത്തെ കോൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് ഒരു ആംഗിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. 40 ഡിഗ്രിയാണ് ആംഗിൾ 40 ഡിഗ്രി വരച്ചിരിക്കുകയാണ്. ഇനി ഇതിന് പാരലായിട്ട് ഒരു ലൈൻ ഞാൻ കൺസിഡർ ചെയ്യാന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ലൈന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ദീസ് ടു പാരലൽ ലൈൻസ് ആർ കട്ട് ബൈ എ ട്രാൻസ്വേഴ്സൽ ലൈൻ ആൻഡ് ദിസ് ആംഗിൾ ഈസ് 40 ഡിഗ്രി. ഹൗ മച്ച് വിൽ ബി ദിസ് ആംഗിൾ? ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ്, ഇത് ട്രാൻസ്വേഴ്സൽ ലൈൻ ആണ്. ഇത് രണ്ടും കോ-ഇന്റീരിയർ ആംഗിൾസ് ഓർ ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സൽ ലൈൻ. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എപ്പോഴും 180, അതായത് സ്മോൾ ആംഗിളും ലാർജ് ആംഗിളും കൂടി ആഡ് ചെയ്താൽ 180 ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് 40 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ബ്ലൂ ആംഗിൾ 80 ആകത്തക്ക രീതിയിൽ ഞാൻ ഒരു ലൈനാണ് വരച്ചിരിക്കുന്നത്. എ ലൈൻ ഈസ് ഡ്രോൺ ഇൻ സച്ച് എ വേ ദാറ്റ് ദിസ് ആംഗിൾ ഈസ് 80 ഡിഗ്രി. അപ്പോൾ ഇത് 80 ആകുമ്പോൾ ഹൗ മച്ച് ഈസ് ദിസ് പിങ്ക് ഓർ ടോപ്പ് ആംഗിൾ? എത്രയായിരിക്കും ടോപ്പ് ആംഗിൾ? 140 80 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് 60 ആയിരിക്കും ഈ ആംഗിൾ. കാരണം ഇത് 140 ആണ്, ഇത് 80 ആകത്തക്ക രീതിയിലാണ് ഈ ലൈൻ വരച്ചത്. അപ്പോൾ ഇത് 60 വന്നു. ഇനി നോക്കിയേ, ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ്, ഇതൊരു ട്രാൻസ്വേഴ്സൽ ലൈൻ ആണ്. വാട്ട് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ ദീസ് ടു ആംഗിൾസ്? ഇറ്റ് ഈസ് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഓൾട്ടർനേറ്റ് ആംഗിൾ വരുമ്പോൾ എത്ര വരും? ഈ ആംഗിൾ 80 ആയതുകൊണ്ട് ഇത് 80 ആയിരിക്കും. സോ ദിസ് ആംഗിൾ ഈസ് 80 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇത് 80 എന്ന് കിട്ടും. അപ്പോൾ നോക്കിക്കേ, ഈ ട്രയാങ്കിളിന്റെ 3 ആംഗിൾസും കൂടി ആഡ് ചെയ്താൽ എത്രയാ? 60 പ്ലസ് 40 100 പ്ലസ് 80 180. അപ്പോൾ ഈ ആംഗിളിന്റെ ഈ ട്രയാങ്കിളിന്റെ 3 ആംഗിളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ആയിരിക്കും. ഇനി അതിന് പകരം ഈ 80 ഡിഗ്രിക്ക് വരെ ഞാൻ വേറെ ആംഗിൾ എടുത്തെങ്കിലോ അപ്പോഴും ഇവിടെ വരുന്ന ആംഗിൾ സെയിം ആയിരിക്കും ഇത്. അപ്പോൾ എപ്പോഴും ഈ 3 ആംഗിൾസിന്റെ സം ഈ 140 40 കൂടി ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും. അതായത് സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എപ്പോഴും എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ആംഗിൾ ഇങ്ങനെ മാറ്റി എടുക്കാം. ഈ 80ക്ക് വരെ 70 വരയ്ക്കാം. അപ്പൊ ഇവിടെ 70 ആകുമ്പോൾ ഇവിടെ 70 ആയി പോകും. അപ്പോഴും 3 ആംഗിളിന്റെ സം 180. കാരണം 40 പ്ലസ് 140 ഇതിന് മാറ്റായി ഈ 140 ഡിഗ്രി ആംഗിളിന് സ്പ്ലിറ്റ് ആയി പോകുന്നു. ഇവിടെ വരുന്ന ആംഗിൾ തന്നെ ഇവിടെ വരുന്നു. whatever may be the angle, the sum of the angles of the triangle is 180 degree. This can be done in another way. വേറെ രീതിയിൽ ഇത് നമുക്ക് ചെയ്യാം. ഇവിടെ sum of angles of a triangle is 180 degree എന്ന കൺസെപ്റ്റ് മറ്റൊരു രീതിയിൽ നമുക്ക് തെളിയിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. Consider this triangle. We need to prove that sum of these 3 angles 180 degree. ഈ 3 ആംഗിൾസിന്റെ സം 180 ഡിഗ്രി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. A line is drawn parallel to the base through this point. One line is drawn parallel to the base through this point. ഇവിടെ 2 പാരലൽ ലൈൻസ് ഉണ്ട്. ഇതൊക്കെ ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ ആണ്. അപ്പോൾ ഈ ആംഗിളും ഓൾട്ടർനേറ്റ് ആംഗിൾ ആണല്ലോ, ഈക്വൽ ആവുമല്ലോ. അതുപോലെ ഈ ആംഗിളും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ അത് രണ്ടും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അത് രണ്ടും ഇതുപോലെ നമുക്ക് കൊണ്ടുവയ്ക്കാം. ഇങ്ങനെ കൊണ്ടുവച്ച് കഴിയുമ്പോൾ കണ്ടോ, ഈ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോൾ കണ്ടോ, ഇത് ആംഗിൾസ് ഓൺ എ സ്ട്രേറ്റ് ലൈൻ ആണ്. അപ്പോൾ ഈ ആംഗിളും ചേർന്നാൽ 180 ഡിഗ്രിയാണ്, ബിക്കോസ് സ്ട്രേറ്റ് ആംഗിൾ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ 3 ആംഗിൾസിൻ്റെയും സം എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രിയാണ്. അത് ഏത് ട്രയാങ്കിളിനും ബാധകമാണ്. നമുക്ക് ട്രയാങ്കിൾ മാറ്റി വയ്ക്കാൻ കണ്ടോ, എങ്ങനെ എടുത്തു കഴിഞ്ഞാലും ഈ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും കേട്ടോ. അപ്പോൾ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി എന്ന് ഇങ്ങനെയും നമുക്ക് തെളിയിക്കാം. ഇത് കുറച്ചുകൂടി എളുപ്പമുള്ള മെത്തേഡായിട്ട് തോന്നുന്നു. ഇവിടെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ എന്നുള്ള കൺസെപ്റ്റ് വെച്ച് അത് ഏത് ട്രയാങ്കിളിനും ബാധകമാണ്. നമുക്ക് ഇത്ര ചെറുതാക്കാം, വേണമെങ്കിൽ വലുതാക്കാം. എങ്ങനെയുള്ള ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാലും കേട്ടോ, സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി എന്ന് നമുക്ക് ഇതുപോലെ കാണിക്കാം. 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾസ് ഓൺ എ സ്ട്രേറ്റ് ലൈൻ ഈസ് ഈക്വൽ ടു 180. ആംഗിൾസ് ഓൺ എ സ്ട്രേറ്റ് ലൈൻ ഈസ് 180 ആയതുകൊണ്ട് സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എനി ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി എന്ന് നമുക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്യാം. ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.